ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കില്ല. പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. CPM അംഗത്വം പുതുക്കിയില്ലെന്ന് വ്യക്തമാക്കിയും മുതിർന്ന നേതാവ് ജി സുധാകരൻ FB കുറിപ്പിടുകയായിരുന്നു. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കിയില്ലെന്ന വാർത്ത ഇന്ന് രാവിലെ 9 മണിക്ക് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇത് വലിയ ചർച്ചയായതോടെയാണ് വാർത്ത സ്ഥിരീകരിക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിനെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചും FB കുറിപ്പിട്ടത്. ഇതാണ് ജി സുധാകരന്റെ FB കുറിപ്പ്. ഇതിൽ തന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പാർട്ടിയിൽ നേരിട്ട് വരുന്ന അപമാനത്തെക്കുറിച്ചും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടപ്പോഴും ബ്രാഞ്ചിൽ പ്രവർത്തിച്ചിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വിമർശനവും ഏറ്റവും ഒടുവിൽ പാർട്ടി സെക്രട്ടറി തന്നെ പരിഹസിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹിതൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ഒപ്പം R കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്നും. ശരണ്യാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല, അദ്ദേഹം പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഇപ്പോൾ അതിന് സ്ഥിരീകരണവും കിട്ടിയിരിക്കുകയാണ്. FB കുറിപ്പിൽ വളരെ പരസ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണല്ലോ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ജി സുധാകരൻ ലക്ഷ്യമിടുന്നത്? മഞ്ജുഷ, 1963 ശേഷം ജി സുധാകരൻ തുടർച്ചയായി ദീർഘകാലയളവിൽ ഏകദേശം 63 വർഷക്കാലം അദ്ദേഹം CPMന്റെ അംഗമാണ്, പാർട്ടി അംഗമാണ്. ഒരു CPM പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ അംഗത്വം എന്നുള്ളത്. ആ അംഗത്വം ജി സുധാകരനെ പോലെ പ്രത്യേകിച്ച് CPMന്റെ പാർട്ടി കേഡർ സ്വഭാവത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാത്ത നേതാവാണ് ജി സുധാകരൻ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തകനാണ് ജി സുധാകരൻ. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പാർട്ടി അംഗം എന്നുള്ള രീതിയിൽ ആ ഒരു പാർട്ടി പതാക പുതച്ച് പോവുക, അത് ഒരുപക്ഷെ 63 വർഷക്കാലം പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടാവണം ജി സുധാകരൻ ഇങ്ങനെ, അതായത് പാർട്ടി മെമ്പർഷിപ്പ് താൻ പുതുക്കുന്നില്ല, പാർട്ടി അംഗത്വത്തിൽ നിന്ന് 2026 പാർട്ടി അംഗത്വത്തിൽ നിന്ന് താൻ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ 9 മണിക്ക് പറഞ്ഞതുപോലെ തന്നെ ജി സുധാകരൻ അദ്ദേഹം ഉള്ളത് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ബ്രാഞ്ചായ, റിപ്പോർട്ടിംഗ് ചുമതലയുള്ള ബ്രാഞ്ചായ അഭിഭാഷകരടങ്ങുന്ന 18 അംഗങ്ങളുള്ള ബ്രാഞ്ചിലാണ് ജി സുധാകരനുള്ളത്. അവരുടെ കഴിഞ്ഞ ദിവസം സ്കൂട്ടണി നടത്തേണ്ടത് 1-ാം തീയതിയായിരുന്നു. ലെവി അടക്കം അടക്കേണ്ടതുണ്ടായിരുന്നു. ഈ സ്കൂട്ടണിക്ക് വേണ്ടി നൽകിയ അംഗത്വ ഫോം ജി സുധാകരൻ പൂരിപ്പിച്ച് നൽകിയില്ല എന്നുള്ളതാണ്. തുടർന്ന് സുധാകരൻ അത് നൽകാത്തതിനെ തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും ഈ ഫോം പൂരിപ്പിച്ച് നൽകുന്ന മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യം അനാരോഗ്യം മൂലമാണ് എന്നുള്ള ധാരണയിൽ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തപ്പോൾ തൽക്കാലം താനത് പുതുക്കുന്നില്ല എന്നുള്ളൊരു മറുപടി ആണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പാർട്ടി അംഗമായിരിക്കാൻ മെമ്പർഷിപ്പ് ആവശ്യമില്ല എന്നുള്ള മറുപടി കൂടി ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഈ സ്കൂട്ടണി സുധാകരന്റെ വീട്ടിൽ വെച്ച് നടത്തി 18 അംഗങ്ങളും ബ്രാഞ്ച് അംഗങ്ങളും അവിടെ എത്തി ഈ സ്കൂട്ടണി പൂർത്തീകരിക്കാമെന്ന് അറിയിച്ചപ്പോൾ പോലും അത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അക്കാര്യം തീർച്ചയായും ബ്രാഞ്ചിന് നേരിട്ട് ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ബ്രാഞ്ചാണ്. ജില്ലാ കമ്മിറ്റി നേരിട്ട് ഉള്ള ബ്രാഞ്ചാണ്, ഇടപെടുന്ന ബ്രാഞ്ചാണ്. അപ്പൊ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണമുണ്ട്, അതിലേക്ക് വരാം. സജി ചെറിയാൻ. ജില്ലാ സെക്രട്ടറി രൂക്ഷ വിമർശനം ഒന്നും പറയാനില്ല. സംസ്ഥാന സെക്രട്ടറി കളിയാക്കി ചിരിച്ചെന്നാണ്. ഇതെല്ലാം കൂടിയാലോചിച്ചാലേ പറയാൻ പറ്റും. വരട്ടെ, നമുക്ക് ഒറ്റക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയണം. ഞാനത് കണ്ടില്ല, നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാൻ പറ്റും. അല്ലെ, ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. വിവരം തിരക്കട്ടെ. എന്താ മെമ്പർഷിപ്പ് പുതുക്കുന്നതല്ല പാർട്ടി വിടുന്നതല്ല. അല്ല, എനിക്കറിയില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. അദ്ദേഹമല്ല, സാങ്കേതികമായി അതല്ലേ അർത്ഥം. സാങ്കേതിക അത് പാർട്ടിക്കകത്ത് പിന്നെ അങ്ങനെ പുതുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അതേപോലെ എനിക്കറിയില്ല. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പാർട്ടി. നിങ്ങളല്ലേ എനിക്ക് അയച്ചതാ, എനിക്ക് നിങ്ങളൊന്ന് അയച്ചതാ, ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് അയച്ചതാ. അങ്ങനെ ഒരു അവഗണന ഏതെങ്കിലും ഘട്ടത്തിൽ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ജി സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തെക്കുറിച്ചും 2022 സംസ്ഥാന സമിതിയിൽ നിന്ന്
തരം താഴ്ത്തപ്പെട്ട് ബ്രാഞ്ചിലേക്ക് മാറുന്ന സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബ്രാഞ്ചിൽ പ്രവർത്തിച്ചു വരുന്നതിനെക്കുറിച്ചും. പക്ഷേ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു യോഗത്തിൽ പോലും തനിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഏറ്റവും ഒടുവിലായിട്ട് പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കളിയാക്കി ചിരിക്കുന്ന രീതിയിലേക്ക് തന്നെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. താൻ ഒരു വിധത്തിലുള്ള പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അതോടൊപ്പം അദ്ദേഹം ചിരിക്കുകയും അത് കേട്ട് മാധ്യമപ്രവർത്തകരും ചിരിച്ചു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. ഇതേക്കുറിച്ചൊന്നും ആരും ഒന്നും ചോദിക്കുന്നില്ല എന്ന കാര്യവും ജി സുധാകരൻ വൈകാരികമായി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്. സാങ്കേതികമായി ഇപ്പോൾ ജി സുധാകരൻ CPM അംഗമല്ല. CPMന്റെ അംഗത്വം പുതുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ആ വാർത്താ സമ്മേളനത്തിലെ ആ ഭാഗവും ചേർത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. ഒരു വരി എണ്ണില്ല. ഇതാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ചത്. ശരണ്യ സ്നേഹിതൻ ചേരുന്നു. ശരണ്യ, ഇനി അദ്ദേഹത്തിന്റെ അടുത്ത വഴി എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള സൂചനകളും വരുന്നുണ്ടല്ലോ. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല, അദ്ദേഹം സാങ്കേതികമായി പാർട്ടി അംഗമല്ല, അതുകൊണ്ട് മറ്റൊരു കമ്മിറ്റ്മെന്റും അദ്ദേഹത്തിനില്ല. സ്വതന്ത്രനായിട്ട് അദ്ദേഹം ജനവിധി തേടുവാൻ ഒരുക്കമായിരിക്കും. അത്തരത്തിലുള്ള സൂചനകൾ കിട്ടുന്നുണ്ടോ? ഇതിൽ മഞ്ജുഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ചേർന്ന സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള MV ഗോവിന്ദൻ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ്, ഈ സെക്രട്ടേറിയറ്റിൽ ജി സുധാകരന്റെ പേര് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ജി സുധാകരനെ മത്സരിപ്പിക്കണം, വിജയിക്കും, അദ്ദേഹത്തിന് ജയസാധ്യതയുള്ള ഒരാൾ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ തന്നെ സൂചിപ്പിച്ചപ്പോൾ ജി സുധാകരൻ അത് ക്ലോസ്ഡ് ചാപ്റ്ററാണ് എന്നാണ് അന്ന് MV ഗോവിന്ദൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞത്. അതായത് ജി സുധാകരൻ അടഞ്ഞ അധ്യായമാണ്, ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് MV ഗോവിന്ദൻ പറയാൻ പോലും അനുവദിച്ചില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറിയേറ്റിന് ശേഷം ഈ MV ഗോവിന്ദൻ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഒരു പരിഗണനയുമില്ല എന്ന് പരിഹാസ രൂപേണ മറുപടി പറഞ്ഞത്. അതും ജി സുധാകരനെ വലിയ തോതിൽ ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലമായി അമ്പലപ്പുഴയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ജി സുധാകരന് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ, പരസ്യമായ അധിക്ഷേപങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ശിലാസ്ഥാപനം നടത്തിയ പരിപാടികൾ ഉദ്ഘാടന സമയത്ത് ശിലാസ്ഥാപനം നടത്തി ശില എടുത്തു മാറ്റുക, അത്തരം പല പ്രകോപനകരമായ രീതിയിലുള്ള കാര്യങ്ങൾ ആലപ്പുഴ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം ആരംഭിച്ചത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ആ കാലഘട്ടത്തിലുള്ള സാധാരണ ചരിത്രം മറക്കുന്ന രീതിയാണെന്ന് കഴിഞ്ഞ ദിവസം സുധാകരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്ന ഒരു അവസ്ഥ തുറന്നു പറയുന്ന. അപ്പോൾ സുധാകരൻ ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പലതവണ തുറന്നു പറയുകയും, എന്നാൽ കൃത്യമായി ഇത് അദ്ദേഹം സൂചിപ്പിച്ച ഈ FB പോസ്റ്റിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം തന്റെ അച്ഛനെ അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു, അതിൽ പോലീസ് കേസെടുത്തു. പക്ഷേ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് അത് സംബന്ധിച്ച് പരാതി നൽകിയിട്ട് അത് അറിയിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. 5 വർഷക്കാലം അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നടത്തിയ പരിപാടി, അത് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ആയിരുന്നു അതിന്റെ സംഘാടകരായി ഉണ്ടായിരുന്നത്. EMS കമ്മ്യൂണിറ്റി ഹാൾ വെച്ച്, പുന്നപ്രയിലെ EMS കമ്മ്യൂണിറ്റി ഹാൾ വെച്ചാണ് പരിപാടി നടത്തിയത്. സുധാകരന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാവുന്ന ദൂരം മാത്രമാണുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ചുരുക്കം ആളുകൾ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ജീവിക്കുന്ന ജയിൽവാസം അനുഭവിച്ച ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്താണ്. എന്നിട്ടും ആ പരിപാടിയിൽ ജി സുധാകരൻ ക്ഷണിച്ചില്ല എന്നുള്ളത്, ആ രീതിയിലാണ് ആലപ്പുഴയിൽ ഈ പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ജി സുധാകരനെ ട്രിഗർ ചെയ്യുന്നത്. അദ്ദേഹം ഉന്നയിച്ച വാദം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ആലപ്പുഴയിൽ നടക്കുന്നതെന്ന് പലതവണ ജി സുധാകരൻ തുറന്നു പറഞ്ഞു. പക്ഷേ ഇതിനെല്ലാം നേതൃത്വം കണ്ണടക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു രീതിയിൽ ഒരു മുതിർന്ന CPM നേതാവ്, അദ്ദേഹം ദീർഘകാലം 1963 പാർട്ടി അംഗത്വത്തിലേക്ക് വന്ന ഒരാൾ, പിന്നീട് കൊല്ലം SN കോളേജിൽ പഠിക്കുന്ന കാലത്ത് 67 തന്നെ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി അംഗമാകുന്നു. 70-കളിൽ അദ്ദേഹം ആലപ്പുഴയിലേക്ക് വരുന്നു. 70-ൽ അദ്ദേഹം SFIയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നു. അപ്പോൾ ആ രീതിയിൽ നിന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിന് അത്രയധികം പാരമ്പര്യമുള്ള ഒരു നേതാവ്, ദീർഘകാലം പാർലമെന്റേറിയൻ ആയിരുന്നു, അഴിമതിയുടെ കറപുരളാത്ത ഒരാളാണ്.
ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം പല തവണ ആലപ്പുഴയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള അപമാനം ജി സുധാകരന് ആലപ്പുഴയിൽ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും അത് കരുതിക്കൂട്ടി തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ പാർട്ടി കണ്ണടച്ചുകൊണ്ട് നേതൃത്വം, പ്രത്യേകിച്ച് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആർ നാസറിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നാസർ ഇതിനകത്ത് കൃത്യമായൊരു നടപടി എടുക്കേണ്ട അല്ലെങ്കിൽ ഇടപെടേണ്ട ആളായിരുന്നു. പക്ഷേ ആ ഇടപെടൽ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു നീക്കുപോക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്രമണം ജി സുധാകരന്റെ നേരെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പലതവണ പൊട്ടിത്തെറിയായി വന്നിട്ടുണ്ട്. സുധാകരന്റെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോയിട്ടുണ്ട്. സജി ചെറിയാനാണെങ്കിലും ഇപ്പോൾ അമ്പലപ്പുഴ MLA എച്ച് സലാമൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ജി സുധാകരന്റെ ഒരു കാലത്ത് ജി സുധാകരൻ ആലപ്പുഴയിലെ ഏക ശബ്ദമായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലം കൈയായി നിന്നിരുന്ന ആളുകളാണ്. അപ്പോൾ അവർ തന്നെ മറ്റൊരു സംഘമായി നിന്ന് ആക്രമിക്കുന്ന ഒരു രീതി വരികയും അതിന് ജില്ലാ നേതൃത്വം ആർ നാസർ ഉൾപ്പെടെയുള്ളവർ ക്രിയാത്മകമായി ഇടപെടൽ നടത്താതെ അതിനെ അവർ കണ്ടില്ലെന്ന് നടിച്ചു പോവുകയും ഒക്കെ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 2 ടൈം വ്യവസ്ഥയുടെ ഭാഗമായാണ് ജി സുധാകരനും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള പ്രമുഖർ ആലപ്പുഴയിൽ നിന്ന് മാറ്റപ്പെട്ടത്, സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ സുധാകരന്റെ വീട്ടിൽ എത്തിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തോട് അപ്പോൾ ജി സുധാകരൻ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള വിവരം അറിയിച്ചു. പക്ഷേ അതിനെ സംബന്ധിച്ച് എന്ത് മറുപടിയാണ് ലഭ്യമായെന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇപ്പോഴും ആലപ്പുഴയിൽ എവിടെ നിർത്തിയാലും ജയിക്കുന്ന ഒരു തർക്കവും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിത്വമാണ് ജി സുധാകരന്റെ. അപ്പോൾ ആ രീതിയിൽ പറയുമൊക്കെ ചെയ്യുമ്പോഴും തന്നെ ഏറ്റവും അധികം ആക്ഷേപിച്ചു എന്ന് പറയുന്ന ആളുകളെ തന്നെ തൻ്റെ സ്ഥലത്ത് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും തനിക്കെതിരെ പരസ്യമായി ഇത്തരത്തിൽ ആക്ഷേപം നടത്തുകയും ചെയ്യുന്നത് ഇനി അംഗീകരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് വന്നപ്പോഴാണ് ഒരുപക്ഷെ 32 വർഷക്കാലം പാർട്ടി പഠന ക്ലാസിന്റെ ചുമതലയുണ്ടായിരുന്ന ആളാണ് ജി സുധാകരൻ. അത്രയധികം ഈ സംഘടനാ സംവിധാനങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് തന്റെ പാർട്ടി അംഗത്വം, അതായത് പാർട്ടി മെമ്പറായി നിന്നാൽ മാത്രമാണ് അവസാന സമയത്തെ കടക്കുമ്പോൾ പാർട്ടി പതാക പുതച്ച് കടന്നു പോകാൻ കഴിയും. അങ്ങനെ ഒരു സാധ്യത പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് അംഗത്വത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അത് തീർച്ചയായും അതിനകത്ത് വരാൻ പോകുന്നത് അമ്പലപ്പുഴയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തലവേദനയാകുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. സ്വതന്ത്ര, അതായത് അംഗത്വത്തിന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ പാർട്ടി വിടുക എന്നത് തന്നെയാണ് അതിന്റെ കാര്യം. തന്നെ ആരും പുറത്താക്കേണ്ട, താൻ വേണ്ടെന്ന് വെച്ച് പോകുന്നു എന്നുള്ളത് തന്നെ സന്ദേശമാണ് സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശരണ്യാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് ശരണ്യ സ്നേഹജനാണ്. ന്യൂസ് 18 ആദ്യം വാർത്ത കൊടുത്തത് രാവിലെ 9 മണിക്കാണ്. അതേ തുടർന്ന് ഇത് വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം ജി സുധാകരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. താൻ ഇപ്പോൾ പാർട്ടി അംഗമല്ല, പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. അതിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ജി സുധാകരനെ പരിഹസിച്ചുകൊണ്ട് MV ഗോവിന്ദൻ നടത്തിയ പരാമർശം അതും അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വീഡിയോ ആയി കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതായത് ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ 63 വർഷത്തെ അംഗമായിരുന്ന ജി സുധാകരൻ ഇപ്പോൾ പാർട്ടി അംഗമല്ല. നിർണായകമായ തീരുമാനങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. കിരൺ ബാബു കൂടി ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം ജി സുധാകരൻ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെ പറയാമല്ലോ. ഇനി സുധാകരനെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾക്ക് അത്രമാത്രം ഒരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് കരുതാനും വയ്യല്ലോ. ഇതിനു മുൻപ് തന്നെ അനുനയ നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ പാർട്ടിയും ജി സുധാകരൻ ഒപ്പം വേണ്ട എന്ന നിലപാടിലേക്ക് പോയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ പാർട്ടി സെക്രട്ടറിയുടെ ആ പരാമർശം കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് ജി സുധാകരൻ ഇനി CPM-ൽ ഉണ്ടാവുകയില്ല. അദ്ദേഹം മറ്റെന്തെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് പോയേക്കാം, ചിലപ്പോൾ മത്സരിച്ചേക്കാം. അതിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? മഞ്ജുഷ, CPM ഇപ്പോൾ നേരിടുന്നത് അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. കേരളത്തിൽ ആകമാനം വ്യാപിക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ്. കാരണം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഏതെങ്കിലും VS അച്യുതാനന്ദൻ കരുത്തനായി നിന്ന് പാർട്ടിയോട് പോരാടി നിന്ന ഘട്ടത്തിൽ അല്ലാതെ അതിനുശേഷം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു ഘട്ടത്തിലും CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തെ ഈ പരസ്യമായി വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ചെറു ശബ്ദങ്ങൾ അകത്തുപോലും അങ്ങനെ ഒരു വിമർശന ശബ്ദങ്ങൾ പോലും ഇല്ലാത്ത ഒരവസ്ഥ പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വിമർശനം, കടുത്ത വിമർശനം, ഒരു പരസ്യമായി തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന CPM നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ. SFI ഒക്കെ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നത് ജി സുധാകരനാണ്. അങ്ങനെ ഒരു നേതാവിനെ, അതിനപ്പുറത്തേക്ക് സുധാകരൻ എന്ന നേതാവിനുണ്ടായിരുന്ന വിശ്വാസ്യത, അത് ഏറ്റവും പ്രധാനമാണ്. അഴിമതി രഹിത പ്രതിച്ഛായ, അതോടൊപ്പം തന്നെ മികച്ച ഭരണാധികാരി എന്ന ലേബൽ, അങ്ങനെയൊക്കെ പലതരത്തിലും മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി CPM അണികൾക്ക് അപ്പുറത്തേക്ക് അണികൾക്കിടയിലും സാധാരണ ബഹുജനങ്ങൾക്കിടയിലടക്കം സ്വാധീനമുള്ള ഒരു നേതാവാണ് സുധാകരൻ. അങ്ങനെ ഒരു നേതാവ് കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു. പല ഘട്ടത്തിലും അദ്ദേഹത്തെ അനുനയ നീക്കങ്ങൾ നടത്തുന്നു. അതിലൊക്കെ ചിലപ്പോൾ അദ്ദേഹം വഴങ്ങുന്നു, വീണ്ടും അദ്ദേഹം പിണങ്ങുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നിന്നുപോയത്. ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണമോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സമാനമായൊരു പ്രതികരണം ജി സുധാകരനെ മത്സരിക്കുന്നത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ 3 പേർ അങ്ങനെ ഒരു ആവശ്യത്തെ പിന്താങ്ങുമ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ അവിടെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് ഇത് ക്ലോസ്ഡ് ചാപ്റ്ററാണ്, അതിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ആ ചർച്ച തന്നെ അവിടെ അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. സ്വാഭാവികമായും ജി സുധാകരനും അത് അറിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം. അത് നമ്മൾ അല്പസമയം മുമ്പ് കണ്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പരിഹാസത്തിന്റെ സ്വരം എന്ന് ജി സുധാകരന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ജി സുധാകരൻ ഇനി പാർട്ടി വിടുകയാണോ അല്ലെങ്കിൽ നാളെ പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. തന്നെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ തന്റെ തീരുമാനത്തെ അമ്പലപ്പുഴയിൽ H സലാമിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ള തന്റെ നിലപാടിന് അനുകൂലമായ നിലപാടിലേക്ക് പാർട്ടി വരുമോ, അതിനൊക്കെ ഉള്ള ഒരു സാവകാശം കൂടിയാണ് തന്റെ പ്രതികരണത്തിന് ഒരു ദിവസം സമയം കൂടി ജി സുധാകരൻ നൽകുന്നത് എന്നതിൽ നിന്ന് കാണാൻ കഴിയും. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാർട്ടിയിൽ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി എങ്ങനെ പാർട്ടി മറികടക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജി സുധാകരന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? നാളെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുമോ? തുടർന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അറിയുവാൻ ബാക്കിയുള്ളത്. MA ബേബിയും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതികരണം. ജി സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറായിട്ടില്ല, വലിയ അതൃപ്തിയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കിട്ടിയോ? നിങ്ങൾ പറഞ്ഞപ്പോ കേട്ട കാര്യം എനിക്കറിയാം.